ഇന്ത്യയെ പോലുള്ള ഒരു മൂന്നാം ലോക രാജ്യത്തിലെ രോഗികൾക്ക് ഇത് അപ്രാപ്യമാണെന്ന് തന്നെ പറയാം. നമ്മുടെ തന്നെ ഈ തേയ്മാനം വന്ന മുട്ടിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇഞ്ചക്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരുണാസ്യ അഥവാ കാർട്ടിലേജിനെ ഇത് റീജുവിനേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഡോക്ടർ അബ്ദുറഹിമാൻ, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജറി, നടക്കാവൽ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം റോൾ ഓഫ് റീജനറേറ്റീവ് മെഡിസിൻ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ അഥവാ കാൽമുട്ട് തേയ്മാനത്തിൻ്റെ ചികിത്സയിൽ റീജനറേറ്റീവ് മെഡിസിൻ എത്രത്തോളം ഉപയോഗപ്പെടും, അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, കാൽമുട്ട് തേയ്മാനത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് തുടക്കത്തിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ മരുന്നുകൾ, അതുപോലെ ഫിസിയോതെറാപ്പി, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കാൽമുട്ട് തേയ്മാനത്തിൻ്റെ ചികിത്സ. ഈ കാൽമുട്ട് തേയ്മാനം കൂടി വരുന്ന അവസ്ഥകളിൽ വളരെ മൂർധന്യത്തിലെത്തുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോവുകയാണ് പതിവ്. ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു ദശകമായിട്ട് ഈ മേഖലയിൽ നടന്ന പഠനങ്ങൾ പുതിയൊരു ചികിത്സാ രീതി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് റീജനറേറ്റീവ് തെറാപ്പി അഥവാ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ഇതെന്താണെന്ന് നോക്കാം. ഈ റീജനറേറ്റീവ് തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾക്കറിയാം കാൽമുട്ട് തേയ്മാനത്തിൽ സംഭവിക്കുന്നത് കാൽമുട്ടിലെ എല്ലുകൾക്ക് മുകളിൽ നമ്മൾക്കെല്ലാവർക്കും ഒരു തരുണാസ്യ ഉണ്ട് അഥവാ കാർട്ടിലേജ്. ഈ കാർട്ടിലേജിൻ്റെ കോശങ്ങൾ ക്രമേണ നഷ്ടപ്പെട്ടിട്ട് ഈ കാർട്ടിലേജിന് ഡിഫക്റ്റ് ഉണ്ടാകുകയും അങ്ങനെ കാർട്ടിലേജ് നശിച്ച് എല്ലുകൾ തമ്മിൽ നേരിട്ട് കൂട്ടിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ കൂടി വരുമ്പോൾ കാൽമുട്ട് വളയുകയും മുട്ടിൽ നീര് വരികയും ചെയ്യുകയും തേയ്മാനം മൂർധന്യാവസ്ഥയിലെത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ റീജനറേറ്റീവ് തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാർട്ടിലേജിലെ കോശങ്ങളെ, ആ ടിഷ്യൂസിനെ റീബിൽഡ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ തന്നെ ശരീരത്തിലെ ചില കോശങ്ങളുണ്ട്, സ്റ്റെം സെൽസ് എന്ന് പറയും, അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ ചില ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ വേർതിരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ തേയ്മാനം വരുന്ന ഈ ഭാഗത്ത് കാൽമുട്ടിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയോ ചെയ്യുകയും തന്മൂലം ആ നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ ഈ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ ഈ രക്തത്തിലെ ഈ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങൾ രണ്ടാമത് റീജുവിനേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ പഠനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒട്ടുമിക്ക പഠനങ്ങളും എഫക്റ്റീവായിട്ടാണ് തെളിയിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന ഭാഗത്തിലേക്ക് കടക്കാം. രണ്ട് തരത്തിലാണ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി സ്റ്റെം സെൽ തെറാപ്പി. ഈ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ, സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ മൂലകോശങ്ങൾ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്വന്തം ശരീരത്തിലെ മൂലകോശങ്ങൾ തന്നെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഉപയോഗിച്ച് അത് പ്രത്യേക അളവിൽ ലാബിൽ കൾട്ടിവേറ്റ് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ചില പ്രത്യേക മീഡിയ ഉപയോഗപ്പെടുത്തി തേയ്മാനം വന്ന മുട്ടിലേക്ക് മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇഞ്ചക്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെയുള്ള നശിച്ചു പോകുന്ന കാർട്ടിലേജുകൾ അല്ലെങ്കിൽ തരുണാസി റീബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഹീലിംഗ് പ്രോസസ്സ് വഴി ശരിയാവുന്ന അവസ്ഥയാണ് ഈ സ്റ്റെം സെൽ തെറാപ്പിയോട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ അല്ലെങ്കിൽ പരിമിതികൾ എന്ന് പറയുന്നത്, ഇത് ഒരുപാട് ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ആവശ്യമായ ഒരു ചികിത്സാ രീതിയാണ് ഒന്ന്. രണ്ടാമത് വൻ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് ഇന്ത്യയെ പോലുള്ള ഒരു മൂന്നാം ലോക രാജ്യത്തിലെ രോഗികൾക്ക് ഇത് അപ്രാപ്യമാണെന്ന് തന്നെ പറയാം. വിദേശ രാജ്യങ്ങളിലെല്ലാം വലിയ വലിയ സെൻറ്റേഴ്സുകൾ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഘട്ടമായ റീജനറേറ്റീവ് മെഡിസിനിലെ അടുത്ത ഘട്ടമായ PRP തെറാപ്പി അല്ലെങ്കിൽ PRP ഇഞ്ചക്ഷനെ കുറിച്ചാണ്. PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നാണ്. നമ്മൾക്കറിയാം, പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന നമ്മുടെ രക്തത്തിലെ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് സാധാരണക്കാർക്ക് അറിയാവുന്നതിലപ്പുറം ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ വേറെ ചില ഘടകങ്ങളും ധർമ്മങ്ങളും കൂടിയുണ്ട്. പ്ലേറ്റ്ലെറ്റ് ആക്റ്റീവായ ഫോമിൽ ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് എപ്പിഡെമൽ ഗ്രോത്ത് ഫാക്ടർ, പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ, വാസ്കുലർ എൻഡോത്തലിക് ഗ്രോത്ത് ഫാക്ടർ, അങ്ങനെ ഒരുപാട് ആക്റ്റീവായ പ്രൊഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഘടകങ്ങൾ നമ്മൾ വേർതിരിച്ചെടുത്ത് നമ്മുടെ സ്വന്തം രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന രൂപത്തിലാക്കി അതിനെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ തന്നെ ഈ തേയ്മാനം വന്ന മുട്ടിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇഞ്ചക്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരുണാസ്യ അഥവാ കാർട്ടിലേജിനെ ഇത് റീജുവിനേറ്റ് ചെയ്യുകയാണ്.
എന്നിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന കാർട്ടിലേജിനെ റീജനറേറ്റ് ചെയ്യുകയും അവിടെയുള്ള കൊളാജൻ സിന്തസിസിന് കാരണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇത് സിംപിളി പറയുകയാണെങ്കിൽ, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ, ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന വാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയെ നമ്മൾ വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിച്ചെടുക്കുക, വളർത്തിയെടുക്കുക എങ്ങനെയാണോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സാധാരണ നമ്മൾ മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ആ നശിച്ചു പോയ ആ എല്ലിൻ്റെയും തരണാസിയുടെയും ഭാഗം കട്ട് ചെയ്ത് വേറെ ഇംപ്ലാന്റ് വെക്കുകയാണ്. അതല്ല, അതിന് പകരം ഇത് ഉള്ള നമ്മുടെ കോശങ്ങളെ തന്നെ റീബിൽഡ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇനി ഈ PRP ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ PRP ഒരു രോഗിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ആ രോഗിയുടെ തന്നെ രക്തം ഒരു പ്രത്യേക അളവിലെടുത്തിട്ട് നമ്മുടെ ലാബിലേക്ക് കൊടുത്തയക്കുന്നു. ഈ ലാബിൽ ഇത് പ്രത്യേക മെഷീൻസ് വെച്ചിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് പ്രത്യേക സ്പീഡിൽ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിൽ നിന്നും RBC, WBC തുടങ്ങിയ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്നു. ബാക്കി കിട്ടുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന ഘടകത്തെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കൂട്ടി കിട്ടുന്ന ആ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ വളരെ അണുയുക്തമായ അവസ്ഥയിൽ നമ്മുടെ ആ രോഗിയുടെ തന്നെ അസുഖം വന്ന കാൽമുട്ടിലേക്ക് ഡോക്ടർ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ പ്രൊസീജിയറിൻ്റെ ഏറെക്കുറെ രൂപം. ഇതിൻ്റെ മുമ്പായിട്ട് ആ രോഗിയുടെ രോഗാവസ്ഥയെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. സാധാരണ ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം, ഇത് എത്രത്തോളം ഫലപ്രദമാണെന്നാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഈ ചികിത്സാരീതി എന്ന് പറയുന്നത് ചെയ്ത പിറ്റേന്ന് തന്നെ വേദന കുറയുന്നൊരു ചികിത്സാരീതിയല്ല. ഇത് അവിടെ പ്രവർത്തിച്ചിട്ട് അവിടുത്തെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് അതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്ഷമ ആവശ്യമുള്ളൊരു ചികിത്സാ രീതിയാണ്. അല്ലാതെ വേദന സംഹാരി കൊടുത്ത് ഉണ്ടാകുന്ന മാതിരി പെട്ടെന്ന് റിസൾട്ടോ അല്ലെങ്കിൽ ഇൻട്രാ ആർട്ടിക്കുലാർ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്ന് റിസൾട്ടോ ഇതിന് കിട്ടുന്നതല്ല. അതുമൂലമായിരിക്കാം ഇതിൻ്റെ പ്രചാരം അത്ര കൂടുതൽ പ്രചാരത്തിലാവാതിരിക്കാനുള്ള കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒരു സിംഗിൾ ഷോട്ട് ഇഞ്ചക്ഷനേക്കാളും കൂടുതൽ ഒന്നിലധികം ഷോട്ടുകൾ കൃത്യമായ അളവിൽ 2 അല്ലെങ്കിൽ 3 ഷോട്ടുകൾ വെച്ച് കഴിഞ്ഞാലാണ് ഇതിന് റിസൾട്ട് കിട്ടുന്നതെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അടുത്തതായി ഈ PRP ഇഞ്ചക്ഷൻസ്, ഈ PRP തെറാപ്പിക്ക് എത്രത്തോളം സൈഡ് എഫക്ട്സ് ഉണ്ട്, എത്രത്തോളം സേഫാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കറിയാം ഈ PRP ഇഞ്ചക്ഷൻസിൽ നമ്മൾ ഈ ബ്ലഡ് എടുക്കുന്നത് സ്വന്തം രക്തം തന്നെയാണ് എടുക്കുന്നത്. സ്വന്തം രക്തമെടുത്ത് അതിലെ ഘടകങ്ങൾ വേർതിരിച്ച് നമ്മുടെ തന്നെ മുട്ടിലേക്കാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അഡ്വേഴ്സ് എഫക്ട്സ് വളരെ വളരെ കുറവാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന സാധാരണമാതിരിയുള്ള ചെറിയ വേദനകളും അതല്ലാതെ വേറെ അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നും കാണാറില്ല. അതുപോലെ തന്നെ ഈ ഇഞ്ചക്ഷൻസ് സാധാരണ എല്ല് തേയ്മാനത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത് നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ. കാരണം എല്ല് തേയ്മാനം നമുക്കറിയാം പല സ്റ്റേജാണ്. സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് 4 വരെ. സ്റ്റേജ് 1, 2 മൈൽഡ് സ്റ്റേജ് എന്ന് പറയും, തുടക്കമാണ്. സ്റ്റേജ് 3ഉം 4ഉം അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. സ്റ്റേജ് 4 എന്ന സ്റ്റേജ് നമുക്കറിയാം കാലൊക്കെ വളഞ്ഞ് നീര് വന്ന് ഇടയ്ക്കിടയ്ക്ക് നീര് കുത്തിയെടുക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കും രോഗികൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ PRP തെറാപ്പി ഏർലി സ്റ്റേജുകളിൽ മാത്രമാണ് ഫലപ്രദം എന്നുള്ളതാണ് സത്യം. സ്റ്റേജ് 1, സ്റ്റേജ് 2, ഒരു പരിധിവരെ സ്റ്റേജ് 3യിലും നമ്മൾക്ക് PRP ഇഞ്ചക്ഷൻസ് ഫലപ്രദമാണ്. സ്റ്റേജ് 4ൽ ഈ മൂർധന്യാവസ്ഥയിൽ കാല് വളഞ്ഞ തേയ്മാനം വന്ന അവസ്ഥയിൽ ഇതിന് യാതൊരു റോളുമില്ല. ആ അവസ്ഥയിൽ തീർത്തും മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഒരു ചികിത്സയായിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ഈ PRP ഇഞ്ചക്ഷൻസ് കഴിഞ്ഞ ദശകം വരെ പുറം രാജ്യങ്ങളിലായിരുന്നു പോപ്പുലർ എങ്കിൽ ഇന്ന് നമ്മുടെ ഒരുവിധ എല്ലാ സെൻറ്റേഴ്സിലും നമ്മളിത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലും നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഓസ്റ്റിയോആർത്രൈറ്റിസ് കൊണ്ട് വലയുന്ന രോഗികൾക്ക് ഇത് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കൊടുക്കുന്നത്. മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ കഴിയുന്നതും ഒഴിവാക്കി കിട്ടുവാനും അതുപോലെ പല കേസുകളിലും നീട്ടിക്കിട്ടുവാനും ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വളരെ സഹായകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഫലമായിട്ട് വന്നുള്ള ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡീസും ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ PRP ട്രീറ്റ്മെൻറ്റ് അഥവാ റീജനറേറ്റീവ് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് മെഡിസിനിലെ മറ്റ് പല മേഖലകൾ എസ്പെഷ്യലി കോസ്മെറ്റോളജി, ഡെർമറ്റോളജി രംഗങ്ങൾ വളരെ പോപ്പുലർ ആണെങ്കിലും ഓർത്തോപെഡിക്സ് രംഗത്ത്, ഓസ്റ്റിയോആർത്രൈറ്റിസ് ട്രീറ്റ്മെൻറ്റ് രംഗത്ത് അത്ര പോപ്പുലർ അല്ല. പക്ഷേ ഇന്ന് ഇത് പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ ഓപ്ഷനാണ്. അതുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ രോഗിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അതുപോലെ ചികിത്സ നൽകുന്ന കാര്യത്തിലും വളരെ കറക്റ്റായിട്ട് സയൻറ്റിഫിക്കായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.